ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് കമ്പനീസിൻ്റെ ഫൈനൽ അക്കൗണ്ടാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ചില സ്പെഷ്യൽ ഐറ്റംസ് ഓർ ഫീച്ചേഴ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസീസ്, ഇതൊക്കെയാണ്. ഇന്ന് നമുക്ക് എടുക്കാനുള്ളത് സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് ആൻഡ് ദ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് LIC കമ്പനീസ്. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ബുക്കുകളെന്ന് നോക്കാം നമുക്ക്. അക്കൗണ്ടിങ് ബുക്സ് ഏതൊക്കെ ബുക്കുകളാണ് ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സാധാരണ ബുക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതാണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത്. ഒന്ന്, ലൈഫ് ഇൻഷുറൻസ് കമ്പനി രണ്ട് തരത്തിലുള്ള ബുക്കുകളാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി ബുക്സ്. സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് മീൻസ് എന്താണ്? സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച്, ലോ അനുസരിച്ച് ഒരു LIC കമ്പനി അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ നിർബന്ധമായും ഏർപ്പെടുത്തേണ്ട അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്. ദാറ്റ് ഈസ് അതിൽ ഒന്നാമത്തെ ബുക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് രജിസ്റ്റർ ഓഫ് പോളിസീസ് ഷോവിങ് ദ ഡീറ്റെയിൽസ് ഓഫ് ഈച്ച് പോളിസി such as name, address of the policy holder and the date of and the nature of claim. അതായത് ഓരോ പോളിസിയുടെ പോളിസി രജിസ്റ്റർ. അപ്പോൾ ആ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണല്ല അല്ലേ? പോളിസി രജിസ്റ്ററിൽ എന്തൊക്കെ ഉണ്ടാവുക? പോളിസി ഹോൾഡേഴ്സിൻ്റെ പേര്, അഡ്രസ്സ്, അവരുടെ ഡീറ്റെയിൽസ്, എന്നത്തേക്കാണ് പോളിസി മെച്ചേർഡ് ആവുന്നത്, പോളിസിയുടെ ടൈപ്പ് എന്താണ്. നേരത്തെ നമ്മൾ രണ്ട് ടൈപ്പ് പോളിസീസ് പഠിച്ചു. ഏതാണ്? എൻഡോമെൻറ്റ് പോളിസി പഠിച്ചു, ഹോൾ ലൈഫ് പോളിസി പഠിച്ചു. അപ്പോൾ ഇതിൽ ഏത് ടൈപ്പ് പോളിസികളാണ് നമ്മൾ ചെയ്യേണ്ടത്? അപ്പോൾ ആദ്യം പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് നെയിം ഉണ്ടായിരിക്കണം, അവരുടെ അഡ്രസ്സ് ഉണ്ടായിരിക്കണം, അവരുടെ പീരീഡ് ഓഫ് പോളിസി ഉണ്ടായിരിക്കണം, നേച്ചർ ഓഫ് പോളിസി ഉണ്ടായിരിക്കണം, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്ന രജിസ്റ്ററിനെയാണ്, ബുക്കിനെയാണ് ഒന്നാമത്തായിട്ട് രജിസ്റ്റർ ഓഫ് പോളിസീസ് എന്ന് പറയുന്നത്. രണ്ട്, ബി പോയിൻ്റ് പറയുന്നത് രജിസ്റ്റർ ഓഫ് ക്ലെയിംസ് കണ്ടെയ്നിങ് ദ ഡേറ്റ്, amount of claim, the nature of claim, then എന്താണ്, and the date of discharge of claim and the date of rejection and the reasons for rejection. അതായത് അടുത്ത സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ക്ലെയിമിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. ഇപ്പം ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ ക്ലെയിം എന്തായിരിക്കും? ഡെത്തുമായിട്ട് സംഭവിച്ചിട്ടായിരിക്കാം, അതല്ലെങ്കിൽ മെച്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കാം. അപ്പോൾ ക്ലെയിം ഏതൊക്കെയാണ്? കൃത്യമായിട്ടുള്ള ക്ലെയിം രജിസ്റ്ററിലെ ക്ലെയിമിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവണം. ക്ലെയിം എന്നത്തേക്കാണ് നമ്മൾ ക്ലെയിം പേ ചെയ്തതെന്നുണ്ടാവണം. ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ കൊടുക്കുക. ആ ക്ലെയിം നമ്മൾ പേ ചെയ്ത ഡേറ്റ് ഉണ്ടാവണം. ദെൻ എന്താണ്, നമ്മൾ ഏതെങ്കിലും കാരണവശാൽ ആ ക്ലെയിം റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺസ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവണം. അതാണ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ബുക്സ്. സി പോയിൻ്റ് എന്ന് പറയുന്നത് രജിസ്റ്റർ ഓഫ് ലൈസൻസ്ഡ് ഇൻഷുറൻസ് ഏജൻറ്റ്സ്. ലൈസൻസ്ഡ് ഇൻഷുറൻസ് ഏജൻസിൻ്റെ ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ നമുക്കറിയാം, ഒരു പോളിസി നമ്മൾ ചേരുന്ന സമയത്ത് LIC ഡോക്യുമെൻ്റ്, അതിൻ്റെ റിട്ടേൺ ഡോക്യുമെൻ്റ് ആയിട്ടുള്ള പോളിസി നമുക്ക് കിട്ടുമ്പോൾ അതിൽ ഏജൻറ്റിൻ്റെ പേരും ഏജൻറ്റിൻ്റെ നമ്പറും കോഡ് നമ്പറും ഉണ്ടാവും. ഫോൺ നമ്പറല്ല, കോഡ് നമ്പർ ഉണ്ടാവും. അപ്പോൾ ഈ കോഡ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ രജിസ്റ്റർ ചെയ്ത സമയത്തുള്ള കോഡ് നമ്പറാണ്. അപ്പോൾ എല്ലാ ഏജൻസും കൃത്യമായിട്ട് ലൈസൻസ്ഡ് ഏജൻസ് ആവണം. ലൈസൻസ് കിട്ടണമെങ്കിൽ IRDAയുടെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ പ്രൊസീജിയറൊക്കെ കംപ്ലീറ്റ് ആയാലാണ്, അവർ നടത്തുന്ന റിട്ടേൺ എക്സാമൊക്കെ ഉണ്ട്, അത് കംപ്ലീറ്റ് ആയാൽ മാത്രമേ ഒരാൾക്ക് LIC ഏജൻ്റ് ആവാൻ സാധിക്കുള്ളൂ. അങ്ങനെ ലൈസൻസ്ഡ് ഏജൻ്റ് ആണെങ്കിൽ ആ ഏജൻറ്റിൻ്റെ ലൈസൻസ് നമ്പർ പോലെയുള്ള, അവരുടെ പേര് പോലെയുള്ള നമ്പർ പോലെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്കൊന്നുകൂടി പറയാം, LICയുടെ ബുക്സിൽ പ്രധാനമായിട്ട് രണ്ട് ടൈപ്പ് ബുക്സാണുള്ളത്. ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി ബുക്സും മറ്റൊന്ന് സബ്സിഡറി ബുക്സാണ്. സ്റ്റാറ്റ്യൂട്ടറി ബുക്സിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന്, പോളിസി ഹോൾഡേഴ്സിൻ്റെ പേരും ഡീറ്റെയിൽസും അടങ്ങുന്ന ഒരു സെക്ഷൻ, അതിലെല്ലാ ഡീറ്റെയിൽസും പോളിസിയെ സംബന്ധിച്ചുള്ള, പോളിസി ഹോൾഡേഴ്സിനെ സംബന്ധിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടാവണം. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ക്ലെയിമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും, ക്ലെയിം, ഡിസ്ചാർജ്, റിജക്ഷൻ പോലെയുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുള്ള ഒരു ഡീറ്റെയിൽസുള്ള ബുക്കാണ് രണ്ടാമത്തെ. തേർഡ് പോയിൻ്റ് എന്ന് പറയുന്നത് രജിസ്റ്റർ ഓഫ് ലൈസൻസ്ഡ് ഇൻഷുറൻസ് ഏജൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത് സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സബ്സിഡറി ബുക്കാണ് നമ്മുടെ പോയിന്റിലേക്ക് വരുന്നത്, അക്കൗണ്ടിങ് പോയിൻ്റ് ഓഫ് വ്യൂയിലേക്ക് വരുന്നത്. സബ്സിഡറി ബുക്ക് എന്ന് പറയുന്നത് പ്രപ്പോസൽ ഓഫ് അഡ്വാൻസ് ക്യാഷ് ബുക്ക്, ഫസ്റ്റ് ഇയേഴ്സ് പ്രീമിയം ക്യാഷ് ബുക്ക്,
ഫസ്റ്റ് ഇയേഴ്സ് പ്രീമിയം എന്ന് പറയുന്നത് ആദ്യത്തെ നമ്മൾ പോളിസി ചേർക്കുന്ന സമയത്തെ പ്രീമിയത്തിനാണ് ഫസ്റ്റ് ഇയേഴ്സ് പ്രീമിയം അല്ലെങ്കിൽ ഫസ്റ്റ് പ്രീമിയം എന്ന് പറയുന്നത്. അത് റെക്കോർഡ് ചെയ്യുന്നത് സെപ്പറേറ്റ് ആണ്. നമുക്കറിയാം എല്ലാ ഇൻകം ടാക്സിലടക്കം അതിന് പ്രത്യേക പരാമർശങ്ങളുണ്ട്. റിന്യൂവൽ പ്രീമിയത്തിന് പ്രത്യേക പരാമർശമുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇയർ പ്രീമിയം സെപ്പറേറ്റ് ബുക്ക് വേണം, റിന്യൂവൽ പ്രീമിയം സെപ്പറേറ്റ് ബുക്ക് വേണം. അതുപോലെ തന്നെ ഏജൻസി ആൻഡ് ബ്രാഞ്ച് ക്യാഷ് ബുക്ക് അത് സെപ്പറേറ്റ് ബുക്ക് വേണം. പെറ്റി ക്യാഷ് ബുക്ക്, ക്ലെയിംസ് ക്യാഷ് ബുക്ക്, ജനറൽ ക്യാഷ് ബുക്ക്, ബാങ്ക് ക്യാഷ് ബുക്ക്, കമ്മീഷൻ രജിസ്റ്റർ. ഇത് ഒരുപാട് കമ്മീഷൻ വരുന്നൊരു ബിസിനസ്സാണ്. അത് അറിയാലോ. LIC ലൈഫ് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ഇൻഷുറൻസ് ഏജൻസിനും അതിൻ്റെ കമ്മീഷൻ കൃത്യമായിട്ട് കൊടുത്തു പോരുന്ന ഒരു സിസ്റ്റം അവിടെയുണ്ട്. അപ്പോൾ കമ്മീഷൻ രജിസ്റ്റർ, ഏജൻസി രജിസ്റ്റർ, പോളിസി ലോൺ രജിസ്റ്റർ. നമുക്ക് LICയിലുള്ള അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ അടച്ചു തീർത്ത പോളിസിയിൽ നിന്ന് അതിൻ്റെ 75% നമുക്ക് ലോൺ അവൈലബിൾ ആണ്. ലോൺ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ലോൺ കിട്ടുന്നൊരു സിസ്റ്റം ഉണ്ട്. ലോൺ അവൈലബിൾ ആണ്. അപ്പോൾ അത്തരം കേസിൽ പോളിസി ലോൺ രജിസ്റ്റർ, ജനറൽ ലോൺ രജിസ്റ്റർ, സാധാരണ രീതിയിലുള്ള ലോൺ രജിസ്റ്റർ, LICയിൽ നിന്ന് മാത്രമല്ല ലോൺ കൊടുക്കുന്നത്, മറ്റ് ഹൗസിംഗ് ലോൺ സെക്ടറിലൊക്കെ LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ ബിസിനസ് ഉണ്ട്. അത്തരം കേസുകളിൽ അതർ ലോണുകൾ, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ലെഡ്ജർ, നമ്മൾ ഈ പൈസ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ലെഡ്ജർ. ഇങ്ങനെ ഒരു വലിയ ലെഡ്ജർ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, സബ്സിഡറി ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന് 2 ടൈപ്പ് ബുക്കാണുള്ളത്. ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി ബുക്സും മറ്റൊന്ന് സബ്സിഡറി ബുക്സും. സ്റ്റാറ്റ്യൂട്ടറി ബുക്സിൽ നമ്മൾ പ്രധാനമായിട്ടും LICയുടെ ആദ്യത്തെ ഫോമിൽ പറയുന്ന പോളിസി ഹോൾഡേഴ്സും അവരുടെ ഡീറ്റെയിൽസുമാണ്. രണ്ടാമത്തെ ഫോമിൽ പറയുന്നത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ പറയുന്നത് ബുക്സിൽ പറയുന്നത് പോളിസിയുടെ ക്ലെയിമും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. തേർഡ് പോയിന്റിൽ പറയുന്നത് പോളിസി ഹോൾഡേഴ്സിൻ്റെ LIC ഏജൻസിൻ്റെ ഡീറ്റെയിൽസാണ്. ദെൻ സെക്കൻഡ് ടൈപ്പ് ഓഫ് ബുക്സ് സബ്സിഡറി ബുക്കിൽ അക്കൗണ്ടിങ് ബുക്കായിട്ട് ബന്ധപ്പെട്ട ക്ലെയിമുകൾ, റിന്യൂവൽ പ്രീമിയം, ഫസ്റ്റ് ഇയർ പ്രീമിയം, ദെൻ കമ്മീഷൻ ബുക്ക്, ഇങ്ങനെയുള്ള റെക്കോർഡ്സിനെയാണ് സെക്കൻഡറി ആയിട്ട് അല്ലെങ്കിൽ സബ്സിഡറി ബുക്സിൽ നമ്മൾ റെഫർ ചെയ്യുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് essay ടോപ്പിക്കായിട്ട് വരുന്ന പോയിൻ്റാണ്. ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ബുക്കിൽ ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് കമ്പനി കൺസിസ്റ്റ് ഓഫ് റവന്യൂ അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഇവിടെ ഈ ഇൻഷുറൻസ് ബിസിനസ്സിൽ നമ്മൾ പഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അക്കൗണ്ടാണ് റവന്യൂ അക്കൗണ്ട്. P&L അക്കൗണ്ട് ഉണ്ട്. P&L അക്കൗണ്ട് വരയ്ക്കുന്നതിനേക്കാൾ പ്രാധാന്യം P&L അക്കൗണ്ട് അല്ലെങ്കിൽ LIC അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് നടത്തുന്ന ആ കമ്പനിയുടെ ലാഭവും നഷ്ടവും കണക്കും അറിയാനുള്ള അക്കൗണ്ടാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം P&L അക്കൗണ്ട് ചിലപ്പോൾ വരയ്ക്കാനുണ്ടാവില്ല. അതിന് പകരം റവന്യൂ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും വരച്ചാൽ മതിയായിരിക്കും ചില കേസുകളിൽ. വളരെ അപൂർവമായിട്ട് അല്ലെങ്കിൽ ചില കേസുകളിൽ മാത്രം P&L അക്കൗണ്ട് കൂടി വരയ്ക്കാൻ വരാറുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് റവന്യൂ അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. P&L അക്കൗണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു അക്കൗണ്ടാണ് ഏതിനെ സംബന്ധിച്ച്, ഈ ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ച്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നമുക്കിനി ടോപ്പിക്കിലേക്ക് വരാം. ഒന്നാമത്തെ അക്കൗണ്ട് റവന്യൂ അക്കൗണ്ടാണ്. റവന്യൂ അക്കൗണ്ട് ഫോം ARA എന്നുള്ള ഫോമിലാണ്. റവന്യൂ അക്കൗണ്ടിൻ്റെ ഒരു ഫോം പറയുന്നുണ്ട്. ആ ഫോം പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്, ആ ഫോം പറഞ്ഞിട്ടുള്ളത്, ഫോം കൊണ്ടുവന്നിട്ടുള്ള IRDA ആക്ട് പ്രകാരമാണ്. IRDA ആണ് ഫോം ഇൻസിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻസിസ്റ്റ് ചെയ്ത ഫോമിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് പ്രിപ്പയർ ചെയ്യണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെയും നമ്മൾ ബാങ്ക് പോലെ തന്നെ ഇതും ബൈ ഹാർട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ബാങ്കിൻ്റെ അതേ ഇമ്പോർട്ടൻസോടുകൂടി ഫൈനൽ അക്കൗണ്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് നമ്മുടെ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഷുറൻസിൻ്റെ റവന്യൂ അക്കൗണ്ട് കൃത്യമായിട്ട് നമ്മൾ പഠിച്ച് കൃത്യമായിട്ട് അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഫൈനൽ അക്കൗണ്ടായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഫൈനൽ അക്കൗണ്ടാണ് essay ആണ് മിക്കവാറും ഇതിൽ നിന്ന് എന്തായിട്ട് ചോദിക്കുന്നത്, essay ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്ന ഫൈനൽ അക്കൗണ്ടാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഇതിൻ്റെ ഫോമിലേക്ക് പോവാം. റവന്യൂ അക്കൗണ്ടിൻ്റെ ഫോം എന്ന് പറയുന്നത് ഫോം ARA, ക്യാപിറ്റൽ ലെറ്റർ ARA എന്ന് വെച്ചാൽ ഫോം നമ്പർ Aയിൽ പറയുന്നതാണ്. RA എന്ന് പറയുന്നത് റവന്യൂ അക്കൗണ്ടിനെയാണ് കേട്ടോ. നമുക്ക് അതിലേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന കമ്പനികളെല്ലാം തന്നെ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിലാണ് റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നപ്പോഴാണ്
ഓരോ ഫിനാൻഷ്യൽ ഇയറിൻ്റെയും എൻഡിലാണ്. അതുപോലെ റവന്യൂ അക്കൗണ്ടും ഓരോ ഫിനാൻഷ്യൽ ഇയറിൻ്റെയും എൻഡിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ഫോം നിഷ്കർഷിച്ചിട്ടുള്ളത്, ഈ ഫോം ഇംപ്ലിമെൻ്റ് അല്ലെങ്കിൽ ഇൻസിസ്റ്റ് ചെയ്യുന്നത് IRDA ആക്ട് പ്രകാരമാണ്. IRDA ആണ് ഇൻസിസ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് പോകാം. ഫോം A6 റവന്യൂ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ്, ആ വർഷത്തിൻ്റെ അവസാനം എഴുതുക 31 മാർച്ച് 2020. ഇനി നമ്മൾ എന്ത് ചെയ്യുക, പോളിസി ഹോൾഡേഴ്സ് അക്കൗണ്ട് ബ്രാക്കറ്റിൽ ടെക്നിക്കൽ അക്കൗണ്ട് എന്നാണ് ഈ അക്കൗണ്ടിനെ പറയുന്നത്. ടെക്നിക്കൽ അക്കൗണ്ടായിട്ട് തന്നെയാണ് വരയ്ക്കുന്നത്. ഇത് പോളിസി ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടായിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പോളിസി ഹോൾഡേഴ്സിന് വേണ്ടിയുള്ള ഒരു ടൈപ്പ് ഓഫ് അക്കൗണ്ടാണ്. പക്ഷേ പ്രിപ്പയർ ചെയ്യുന്ന ആരാണ്? ഈ ഇൻഷുറൻസ് കമ്പനിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കോളത്തിലേക്ക് വരാം. കോളം പ്രധാനമായിട്ടും ബാങ്കിങ് കമ്പനിയുടെ അതേ കോളംസാണ്, യാതൊരു മാറ്റമില്ല. അവിടുത്തെ പോലെ തന്നെ പർട്ടിക്കുലേഴ്സ് വേണമെന്നില്ല. ഒരു മെയിൻ ഐറ്റംസ് എഴുതാനുള്ള കോളം, പിന്നെ ഷെഡ്യൂൾ നമ്പർ, പിന്നെ കറണ്ട് ഇയർ, പ്രീവിയസ് ഇയർ. ഇവിടെ മറ്റൊരു സ്പെഷ്യാലിറ്റി ഉള്ളത്, നമുക്ക് എമൗണ്ട് തൗസൻഡ്സിലാണ് എഴുതേണ്ടത്. ഇപ്പോൾ 1,00,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ 3 പൂജ്യങ്ങൾ ഒഴിവാക്കിയിട്ട് എഴുതിയാൽ മതി. എമൗണ്ട് ഇൻ തൗസൻഡ്സ് ആണ് ഫോമിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തന്നെ വേണം നിർബന്ധമില്ല, അങ്ങനെ എഴുതണമെങ്കിൽ എഴുതാം. ഞാൻ ഓരോ ഐറ്റംസ് വായിക്കാം. ഒന്നാമത്തെ ഐറ്റം പ്രീമിയം ഏൺഡ് ആണ്. അതിൽ നെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രീമിയം ഏൺഡ് എന്ന് പറഞ്ഞാൽ, പ്രീമിയം എന്ന് പറയുന്നത് നമുക്കറിയാം ഇൻഷുറൻസ് ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ റവന്യൂ, ഏറ്റവും വലിയ ഇൻകമാണ് പ്രീമിയം. ഒരു ഇൻഷുറൻസ് ബിസിനസ്സിലെ വരുമാനം എന്ന് പറയുന്ന ഏക വരുമാനം എന്ന് വേണമെങ്കിൽ പറയാം, അത് പ്രീമിയമാണ്. മറ്റ് വരുമാനങ്ങളുണ്ട്, ചെറിയ വരുമാനങ്ങളുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, ലോണിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ട്, അതൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഇൻഷുറൻസ് കമ്പനി ആണെങ്കിൽ ഏറ്റവും വലിയ ഇൻകം എന്ന് പറയുന്ന, ഇൻകം സോഴ്സ് എന്ന് പറയുന്ന പ്രീമിയമാണ്. അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, നെറ്റ് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പം നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. റീഇൻഷുറൻസ് സീഡഡ്, റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ് പോലെയുള്ള കാര്യങ്ങളുണ്ട്. അത് ഞാനിപ്പോൾ പറഞ്ഞ കുട്ടികൾക്ക് മനസ്സിലാവില്ല, അപ്പോൾ നമുക്കത് എടുക്കുന്ന സമയത്ത് പറയാം. ഇനി താഴേക്ക് വരാം. ഒന്നാമത്തെ പോയിൻ്റ്, പ്രീമിയം ഏൺഡ് എന്ന് പറയുന്നൊരു ഹെഡ് പോലെയാണ്. അതിന് ഷെഡ്യൂൾ നമ്പർ 1 ആണ്. ആദ്യത്തെ ഷെഡ്യൂൾ അവിടെ വന്നു. ഇനി നമ്മളതിൻ്റെ താഴേക്ക് എന്തൊക്കെ എക്സ്പ്ലനേഷൻസ് ആണ് പോണേന്ന് നോക്കാം. അതിൽ A പോയിൻ്റ് ആയിട്ട് വരുന്നത് പ്രീമിയമാണ്. B പോയിൻ്റ് ആയിട്ട് റീഇൻഷുറൻസ് സീഡഡ്. അപ്പോൾ എന്താണെന്ന് വീണ്ടും പഠിക്കാനുള്ള കാരണം കൊണ്ട് ഇപ്പം ഞാൻ പറയുന്നില്ല. റീഇൻഷുറൻസ് സീഡഡ്. C പോയിൻ്റ് ആയിട്ട് പറയുന്നത് റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ്. പിന്നെ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പൈസയൊക്കെ കിട്ടുന്ന പൈസയൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റ് പല രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകുന്നു. അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അതിനെയാണ് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് A പോയിൻ്റ് ഇൻട്രസ്റ്റ്, ഡിവിഡൻസ് ആൻഡ് റെൻറ്റ്. അത് ഗ്രോസ് എമൗണ്ട് ആണ്. ദെൻ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓർ റിഡംഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് സെയിൽ നടത്തുമ്പോഴോ അല്ലെങ്കിൽ റെഡീം ചെയ്യുമ്പോഴോ കിട്ടുന്ന പ്രോഫിറ്റ്. ദെൻ ലോസ് ഓൺ സെയിൽ ഓഫ് റിഡംഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ലോസ് ആണെങ്കിൽ ലോസ് നമ്മൾ മൈനസ് ഫിഗറായിട്ട് ബ്രാക്കറ്റിൽ എഴുതണം. ദെൻ ട്രാൻസ്ഫർ ഓർ ഗെയിൻ ഓൺ റീവാലുവേഷൻ, ചേഞ്ചസ് ഇൻ ഫെയർ വാല്യൂ. അതിൻ്റെ ഗെയിൻ ഓൺ റീവാലുവേഷൻ അല്ലെങ്കിൽ ചേഞ്ചസ് ഇൻ ഫെയർ വാല്യൂവിൽ വരുന്ന ചേഞ്ചസ് ഉള്ള കാരണം കൊണ്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അതിന് ഗെയിനോ ലോസോ വരാം. അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വരുന്ന ലോസ് പോലെയുള്ള ഗെയിൻ വരുമ്പോഴുള്ള ഗെയിൻ പോലെയുള്ള ഐറ്റംസ് അവിടെ എഴുതുക. ഇനി അതർ ഇൻകം, വേറെ ഏതെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ അത് അതർ ഇൻകം എഴുതുക. ബ്രാക്കറ്റിൽ എന്താണ്, ടു ബി സ്പെസിഫൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് ടോട്ടൽ ഇൻകം ഓഫ് എന്താണ് ഇൻഷുറൻസ് കമ്പനി. അതിന് നമ്മൾ ടോട്ടൽ A എന്ന് പറയാം, ക്യാപിറ്റൽ ലെറ്റർ A. ടോട്ടൽ ഓഫ് അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ A. അത് ഡബിൾ ലൈൻ ചെയ്ത് അവിടെ അവസാനിപ്പിക്കുക. അതിന് താഴെ കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെൻസ് ആണ്. കമ്മീഷന് ഷെഡ്യൂൾ നമ്പർ 2 ആണ് കമ്മീഷൻ്റെ നമ്പർ. ഷെഡ്യൂൾ നമ്പർ 2 കൊടുക്കുക. അടുത്ത ഐറ്റം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് റിലേറ്റഡ് ടു ഇൻഷുറൻസ് ബിസിനസ്. അത് ഷെഡ്യൂൾ നമ്പർ 3 ആണ്. ഇൻഷുറൻസ് ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് വേണമല്ലോ. എല്ലായിടത്തും ബ്രാഞ്ചസ് ഉണ്ട്, എല്ലായിടത്തും എംപ്ലോയീസ് ഉണ്ട്, ബാങ്ക് അക്കൗണ്ടുകളുണ്ട്, മറ്റ് എക്സ്പെൻസുകളുണ്ട്, ടെലിഫോൺ ചാർജസ് ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രിസിറ്റി ചാർജസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വലിയ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഉണ്ട്. അത് ഉണ്ടെങ്കിൽ അത്. ഇനി അതാണ് മൂന്നാമത്തെ ഷെഡ്യൂൾ നമ്പർ, ദാറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് റിലേറ്റഡ് ടു ഇൻഷുറൻസ് ബിസിനസ്. ദാറ്റ് ഈസ് തേർഡ് പോയിൻ്റ് ആണ്. ദെൻ അതർ എക്സ്പെൻസസിലെ പറയുന്നത് ടു ബി സ്പെസിഫൈഡ്. അതർ എക്സ്പെൻസസ് എന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്യണം. എന്താണ് അതർ എക്സ്പെൻസസ് എന്ന് പറയുന്നത്, സ്പെസിഫൈ ചെയ്യണം. ദെൻ പ്രൊവിഷൻസ് അതർ ദാൻ ടാക്സേഷൻ. പ്രൊവിഷൻസ് എന്ന് പറയുന്നത് എന്തെങ്കിലും
പ്രൊവിഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ, നമ്മുടെ അല്ലെങ്കിൽ കിട്ടാക്കടം പോലെയുള്ള ഐറ്റത്തിന് എന്തെങ്കിലും പ്രൊവിഷൻ ചെയ്തിട്ടുണ്ടോ. പ്രത്യേകിച്ച് പറയുന്നൊരു കാര്യം അതർ ദാൻ ടാക്സേഷനാണ്. പ്രൊവിഷൻ ചെയ്ത് വെക്കുന്നത് ടാക്സേഷൻ ഇവിടെ പറയേണ്ട കാര്യമില്ല, അതർ ദാൻ ടാക്സേഷൻ. ദെൻ അതിൽ പറയുന്ന പോയിൻറ്റ്സ് ഫോർ ഡിമിനിഷൻ ഇൻ ദ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ വാല്യൂ ഫ്ലക്ച്വേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും പ്രൊവിഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്. അതേഴ്സ് വേറെ എന്തെങ്കിലും പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ അത്. പക്ഷെ അത് എന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്യണം. ടു ബി സ്പെസിഫൈഡ്. ടോട്ടൽ ഓഫ് ബി. അപ്പോൾ എ എന്ന് പറയുന്ന ടോട്ടൽ ഓഫ് എ എന്ന് പറയുന്നത് നമ്മുടെ ഇൻകമാണ്. ടോട്ടൽ ഓഫ് ബി എന്ന് പറയുന്നത് നമ്മുടെ ഒരു എക്സ്പെൻസാണ് അല്ലേ. നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയുടെ എക്സ്പെൻസിനെയാണ് ടോട്ടൽ ഓഫ് ബി എന്ന് പറയുന്നത്. ഇനി അടുത്ത ഹെഡ് എന്ന് പറയുന്നത് ബെനിഫിറ്റ്സ് പെയ്ഡ്. ബെനിഫിറ്റ്സ് പെയ്ഡ് എന്ന് പറയുന്നത് എന്തൊക്കെ ബെനിഫിറ്റുകളാണ് നമ്മൾ പേ ചെയ്യുന്നത്. അതിൽ വരുന്ന ഷെഡ്യൂൾ നമ്പർ എന്ന് പറയുന്നത് ബെനിഫിറ്റ്സ് പെയ്ഡിൻ്റെ 4 ആണ്. ദാറ്റ് ഈസ് ഇൻ്ററിം ബോണസ് പെയ്ഡ്. ഇൻ്ററിം ബോണസ് എന്ന് പറയുന്നത് ഇടക്കാല ബോണസാണ്. ഇൻ്ററിം എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ദ ഫിനാൻഷ്യൽ ഇയർ, അല്ലെങ്കിൽ ഓപ്പണിംഗ് ഫിനാൻഷ്യൽ ഇയറിൻ്റെയും ക്ലോസിംഗ് ഫിനാൻഷ്യൽ ഇയറിൻ്റെയും ഇടയ്ക്ക് വരുന്ന പോയിൻ്റാണ് ഇൻ്ററിം ഫിനാൻഷ്യൽ പീരീഡ് എന്ന് പറയുന്നത്. ആ സമയത്ത് ഇൻ്ററിം ബോണസ് പെയ്ഡ്. ഇൻ്ററിം എന്ന് പറഞ്ഞാൽ ഇടക്കാലത്തിൽ കൊടുത്തിട്ടുള്ള ബോണസിനെയാണ് ഇൻ്ററിം ബോണസ് പെയ്ഡ് എന്ന് പറയുന്നത്. ദെൻ ചേഞ്ച് ഇൻ വാല്യുവേഷൻ ഓഫ് ലയബിലിറ്റി അഗെയിൻസ്റ്റ് ലൈഫ് പോളിസീസ്. അതായത് നമ്മുടെ ലൈഫ് പോളിസീസിൻ്റെ വാല്യുവേഷനുമായിട്ട് ബന്ധപ്പെട്ട ചേഞ്ച്, അത്തരം കാര്യങ്ങൾ, അത്തരം പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അത്. ഇതിനെയൊക്കെ നമ്മൾ ഗ്രോസ് എമൗണ്ട് എന്ന് പറയാം. അതിൻ്റെ ടോട്ടൽ എമൗണ്ട്. ദെൻ അതിൽ ബി പോയിൻ്റ് പറയുന്നത് എമൗണ്ട് സീഡഡ് ഇൻ ഇൻഷുറൻസ്. അടുത്ത എമൗണ്ട് ആക്സെപ്റ്റഡ് ടു റീ ഇൻഷുറൻസ്. ഇവിടെ സീഡഡ് ഇൻ റീ ഇൻഷുറൻസും ആക്സെപ്റ്റഡ് ഇൻ റീ ഇൻഷുറൻസും നമ്മൾ പിന്നെ പറയാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുകയാണ്. എനിക്കറിയാമത്, എനിക്കറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അത് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ പോയിൻ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാമെന്ന് വെച്ചിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത്. ഇതിനൊക്കെ ടോട്ടൽ സി. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ എ വന്നു, ടോട്ടൽ ബി വന്നു, ടോട്ടൽ സി വന്നു. ഇതിൽ എ മാത്രമാണ് ഇൻകം എന്ന് പറയുന്നത്. ബിയും സിയും എക്സ്പെൻസ് ആണ്. അപ്പോൾ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് അടുത്ത ഹെഡാണ്. അത് ഡി ആണ്. ഡി മീൻസ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. അത് കാണുക എങ്ങനെയാണെന്ന് വെച്ചാൽ എയിൽ നിന്ന് ബിയും സിയും കുറയ്ക്കുക. എയിൽ നിന്ന് ബി കുറയ്ക്കുക, ബിയിൽ നിന്ന് സി. അത് കഴിഞ്ഞ് അതിൽ നിന്ന് സി കുറയ്ക്കുക. അപ്പോൾ നമുക്ക് ഡി കിട്ടും. ഡി എന്താവാം? സർപ്ലസ് ആവാം, ഡെഫിസിറ്റ് ആവാം. ഇനി എന്ത് ചെയ്യാം? സർപ്ലസ് ആണെങ്കിൽ അത് എന്ത് ചെയ്യണം? അപ്രോപ്രിയേഷൻ നടത്തണം. ഇനി അടുത്ത ഹെഡാണ് അപ്രോപ്രിയേഷൻസ്. അപ്രോപ്രിയേഷൻസിൽ ട്രാൻസ്ഫർ ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട്. ട്രാൻസ്ഫർ ടു അതർ റിസർവ്സ്. മറ്റ് റിസർവ്സിലേക്ക് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. ട്രാൻസ്ഫർ ടു ഫണ്ട്സ് ഫോർ ഫ്യൂച്ചർ അപ്രോപ്രിയേഷൻസ്. ട്രാൻസ്ഫർ ടു ഫണ്ട്സ് ഫോർ ഫ്യൂച്ചർ അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ മറ്റ് ഫ്യൂച്ചർ അപ്രോപ്രിയേഷൻസിന് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യുന്ന ഫണ്ടുകൾ. ഇത്രയാണ് ഇതിൻ്റെ. ഇനി അതിൻ്റെ ടോട്ടലിനെയാണ് ടോട്ടൽ ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാവുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിൽ 4 ഹെഡാണുള്ളത്. എയും ബിയും സിയും ഡി ആണ് 4 ഹെഡാണുള്ളത്. അതിൽ എ എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നതാണ് പ്രീമിയം ഏൺഡ്. പ്രീമിയം ഏൺഡ് എന്ന് പറയുന്നത് അത് 1ാമത്തെ ഷെഡ്യൂൾ നമ്പറിലാണ്. അതിനെ എല്ലാ ഇൻകംസും നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടാണ് ടോട്ടൽ എ എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ എയോടുകൂടി ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻകം കഴിഞ്ഞു. അപ്പോൾ ഇത് പഠിക്കാൻ എളുപ്പമാണ്. എന്താ കാരണം ഇൻകം വൈസ് എക്സ്പെൻസ് വൈസ് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കാം. ടോട്ടൽ ഓഫ് എ എന്ന് പറയുന്നത് ഇൻകം അവിടെ കഴിഞ്ഞു. ഇനി ബി ആണ്. ബിയിൽ നമ്മൾ തുടങ്ങുന്ന കമ്മീഷൻ എന്ന് വെച്ചിട്ടാണ്. കമ്മീഷൻ്റെ ഷെഡ്യൂൾ നമ്പർ 2 ആണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് റിലേറ്റഡ് ടു ഇൻഷുറൻസ് ബിസിനസ്സിൻ്റെ ഷെഡ്യൂൾ നമ്പർ 3 ആണ്. ബാക്കി പറയുന്നത് സാധാരണ എക്സ്പെൻസുകളാണ്. ബിസിനസ്സിൻ്റെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ് സെക്കൻഡ് കാറ്റഗറിയിൽ പറയുന്നത്. തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് ബെനിഫിറ്റ്സ് പെയ്ഡ് ആണ്. ബെനിഫിറ്റ്സ് പെയ്ഡിനെ നമ്മൾ 4ാമത്തെ ഷെഡ്യൂൾ നമ്പർ 4 എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നു. ബെനിഫിറ്റ്സ് പെയ്ഡ് എന്ന് പറയുന്നത് ഇതിൽ നിന്നുള്ള ബെനിഫിറ്റുകൾ ഷെയർ ഹോൾഡേഴ്സിനും മറ്റ് പോളിസി ഹോൾഡേഴ്സിനൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഹെഡാണ്. അടുത്തത് അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് സി ആണ്. അപ്പോൾ എ നമ്മുടെ ടോട്ടൽ ഇൻകവും ഇൻഷുറൻസ് കമ്പനിയുടെ ടോട്ടൽ ഇൻകവും, ബിയും സിയും എക്സ്പെൻസസും ആണ്. ഇനി എയിൽ നിന്ന് 2 എക്സ്പെൻസ് ബിയും സിയും കുറച്ചാൽ നമുക്ക് സർപ്ലസോ അല്ലെങ്കിൽ ഡെഫിസിറ്റോ കിട്ടും. സർപ്ലസ് കിട്ടുകയാണെങ്കിൽ അത് എന്ത് ചെയ്യണം? അപ്രോപ്രിയേഷൻ നടത്തണം. അപ്രോപ്രിയേഷൻസ് ഉള്ള പോയിൻറ്റ്സ് ആണ് ഏറ്റവും താഴെ ഡി പോയിന്റിൽ പറയുന്നത്. അപ്രോപ്രിയേഷൻസ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ടു ഷെയർ ഹോൾഡേഴ്സ്, അതർ റിസർവ്സ്, അതുപോലെ തന്നെ ഫ്യൂച്ചർ അപ്രോപ്രിയേഷൻസ് ഒക്കെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ഈ റവന്യൂ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞു. അടുത്ത നോട്ട്സാണ്.
നോട്ട്സ് നിർബന്ധമാണ്, നോട്ട്സ് ഇതിൻ്റെ ഭാഗമാണ്, നോട്ട്സ് നമ്മുടെ റവന്യൂ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ നോട്ട്സ് കൂടി പറയണം. നോട്ട്സിൽ ആദ്യം പറയുന്നത് ഒരു സിംഗിൾ സ്റ്റാർ ഉണ്ട്. സിംഗിൾ സ്റ്റാർ എന്ന് പറയുന്നത് എവിടെ പറയുന്നതാണ്? സിംഗിൾ സ്റ്റാർ എന്ന് പറയുന്നത് നമ്മുടെ പ്രീമിയം ഏൺഡ് എന്നുള്ള ഹെഡിൽ ഡി പോയിൻ്റ് ആയിട്ട് പറയുന്നതാണ്. പ്രീമിയം ഏൺഡ് എന്നുള്ള ഹെഡിൽ ഡി പോയിൻ്റ് ആയിട്ട് പറയുന്നതാണ്. ദാറ്റ് ഈസ് ട്രാൻസ്ഫർ ഓർ ഗെയിൻ ഓൺ റീവാലുവേഷൻ ചേഞ്ചസ് ഇൻ ഫെയർ വാല്യൂ. ട്രാൻസ്ഫർ ഓർ ഗെയിൻ ഓൺ റീവാലുവേഷൻ, അതായത് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴോ റിവാലുവേഷൻ ചെയ്യുമ്പോഴൊക്കെ ഉള്ള ഗെയിൻ, അത് ഫെയർ വാല്യൂയിലേക്ക് മാറ്റുമ്പോഴുള്ള ഗെയിനൊക്കെ ആണെങ്കിൽ അതിനെ പറയുന്ന റെപ്രസെൻറ്റ്സ് ദ ഡീംഡ് റിയലൈസ്ഡ് ഗെയിൻ ആസ് പെർ നോം സ്പെസിഫൈഡ് ബൈ ദ അതോറിറ്റി. ഡീംഡ് റിയലൈസ്ഡ് ഗെയിൻ എന്നാണ് പറയുന്നത്. ഡീംഡ് റിയലൈസ്ഡ് ഗെയിൻ ഇത് വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കണമെന്നില്ല കേട്ടോ, അത്രയും വലിയ പോയിൻറ്റ്സ് ഒന്നും കുട്ടികൾക്ക് വരില്ല. എങ്കിലും നമുക്ക് പറയാം ഡീംഡ് റിയലൈസ്ഡ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ഗെയിൻ കിട്ടിയതുപോലെ കണക്കാക്കുന്നു. ഡീംഡ് റിയലൈസ്ഡ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ഗെയിൻ റിസീവ്ഡ് പോലെ നമ്മൾ കണക്കാക്കുന്നു കേട്ടോ. അത് റീവാലുവേഷനിലൊക്കെ അങ്ങനെ വരാറുള്ളതാണ്. ഇപ്പോൾ 5 ലക്ഷം രൂപ വിലയുണ്ടായിരുന്ന ഒരു മെഷീനറി റീവാല്യൂ ചെയ്തപ്പോൾ 10 ലക്ഷമായി. അപ്പോൾ 5 ലക്ഷം രൂപ നമുക്ക് റിയലി നമുക്ക് ക്യാഷ് റിസീവ് ചെയ്തതല്ല, പക്ഷേ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഗെയിൻ റിസീവ്ഡ്. ദെൻ രണ്ടാമത്തെ 2 സ്റ്റാറുള്ളൊരു കാര്യമുണ്ട്. 2 സ്റ്റാറുള്ള കാര്യം സ്പെസിഫൈ ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഡബിൾ സ്റ്റാർ ഇട്ട ഒരു കാര്യം സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഡബിൾ സ്റ്റാർ സ്പെസിഫൈ ചെയ്തിട്ടുള്ള പോയിന്റിൽ അവർ പറയുന്നത് റെപ്രസെൻറ്റ്സ് മാത്തമാറ്റിക്കൽ റിസർവ്സ് ആഫ്റ്റർ അലോക്കേഷൻ ഓഫ് ബോണസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മുടെ ബെനിഫിറ്റ്സ് പെയ്ഡിലാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് മാത്തമാറ്റിക്കൽ റിസർവ്സ് ആഫ്റ്റർ അലോക്കേഷൻ ഓഫ് ബോണസ് കൊടുത്തതിന് ശേഷമുള്ള മാത്തമാറ്റിക്കൽ റിസർവ് എന്ന് പറഞ്ഞാൽ അതൊരു അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ആവാം, പൈസ മുഴുവൻ ഉണ്ടാവണമെന്നില്ല. മനസ്സിലായോ? അത്തരം ഒരു അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ആയിരിക്കാമെന്നാണ് പറഞ്ഞത്. ഇനി ചില സർപ്ലസ് എങ്ങനെയൊക്കെയാണ് അലോക്കേറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഒരു പോയിൻ്റ് ഉണ്ട്. എ പോയിൻ്റ്, ദ ടോട്ടൽ സർപ്ലസ് ഷാൾ ബി ഡിസ്ക്ലോസ്ഡ് സെപ്പറേറ്റ്ലി വിത്ത് ദ ഫോളോയിങ് ഡീറ്റെയിൽസ്. അതായത് അടുത്ത ഹെഡിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വർക്കിംഗ് നോട്ട് പോലെ അല്ലെങ്കിൽ നോട്ട്സിലാണ് പറയുന്നത്, കുട്ടികൾ ശ്രദ്ധിക്കുക. അതിൽ സർപ്ലസ് എങ്ങനെ ഡിസ്ചാർജ് ചെയ്തു എന്നുള്ളതിന് ഡീറ്റെയിൽസ് വേണം. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇൻ്ററിം ബോണസസ് പെയ്ഡ്, ഇൻ്ററിം ബോണസ് എങ്ങനെ പേ ചെയ്തു. 2, അലോക്കേഷൻ ഓഫ് ബോണസ് ടു പോളിസി ഹോൾഡേഴ്സിന് ബോണസ് എങ്ങനെ അലോക്കേറ്റ് ചെയ്തു. അപ്പോൾ അത് ഈ പോയിൻ്റ്, രണ്ടാമത്തെ പോയിൻ്റ് പറയുമ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല എന്താണ് ബോണസ് എന്ന് പഠിക്കണം, പോളിസി ഹോൾഡേഴ്സിന് എന്തിനാണ് ബോണസ് കൊടുക്കണമെന്നൊക്കെ പഠിക്കണം. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ എല്ലാവർക്കും ഇൻഷുറൻസിൻ്റെ കാര്യം അറിയണമെന്നില്ല. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഇങ്ങനെ മനസ്സിലാക്കുക. 3, സർപ്ലസ് ഷോൺ ഇൻ ദ റവന്യൂ അക്കൗണ്ടിൽ കാണുന്ന സർപ്ലസ് എത്രയാണ്. ടോട്ടൽ സർപ്ലസ് A+B+C, ടോട്ടൽ സർപ്ലസ് എന്ന് പറയുന്നത് എത്രയാണ്. ഇത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നോട്ട്സിൽ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കണം. ഇതാണ് ഇതിൻ്റെ ഷെഡ്യൂൾ. അപ്പോൾ ഇത് പഠിക്കാമെന്ന് പറഞ്ഞാൽ ബാങ്കിൻ്റെ P&L അക്കൗണ്ട് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റൊക്കെ പഠിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഈസിയാണ് ഇതിൻ്റെ റവന്യൂ അക്കൗണ്ട് പഠിക്കുക എന്ന് പറയുന്നത്. കുറച്ചുകൂടി എളുപ്പമാണ്, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് അതിൻ്റെ ഷെഡ്യൂൾ ബാങ്കിൻ്റെ പോലെ തന്നെ വർക്കിംഗ് നോട്ട് കൊടുക്കുക. വർക്കിംഗ് നോട്ട് കൊടുത്തിട്ട് ഷെഡ്യൂൾ ഫോമിംഗ് പാർട്ട് ഓഫ് റവന്യൂ അക്കൗണ്ട് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഷെഡ്യൂൾസ് എന്നുള്ള ഹെഡിങ്ങിൽ കൊടുക്കാം. ഷെഡ്യൂൾ നമ്പർ 1 ദാറ്റ് ഈസ് പ്രീമിയമാണ്. പ്രീമിയത്തിൽ വരുന്ന ഫസ്റ്റ് ഇയർ പ്രീമിയത്തിൽ നമ്മൾ എഴുതുന്ന അതിനെ കൃത്യമായിട്ട് എഴുതാനുള്ളൊരു പ്രൊസീജിയർ ഉണ്ട്, കൃത്യമായിട്ടൊരു ഹൈറാർക്കി ഉണ്ട് പ്രീമിയത്തിന് എഴുതാൻ. ആ ഹൈറാർക്കി നമ്മൾ പഠിക്കണം. ഒന്നാമത്തെ പോയിൻ്റ് ഫസ്റ്റ് ഇയർ പ്രീമിയംസ് ആണ്. ആദ്യത്തെ പ്രീമിയത്തിന് പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? ആദ്യത്തെ പ്രീമിയം എന്ന് പറയുന്നത് ആദ്യമായിട്ട് പോളിസി എടുക്കുന്ന ആളുകളുടെ പ്രീമിയമാണ്. അപ്പോൾ ആദ്യത്തെ പ്രീമിയം സെപ്പറേറ്റ് തന്നെ മെൻഷൻ ചെയ്യണം. റിന്യൂവൽ പ്രീമിയം സെപ്പറേറ്റ് മെൻഷൻ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ പ്രീമിയത്തിൽ നോക്കിയാൽ അറിയാം ഈ വർഷം എത്ര പുതിയ പോളിസീസ് ചേർന്നു, ഈ വർഷം എത്ര ആളുകൾ പുതിയതായിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ഇയർ പ്രീമിയംസ്. രണ്ടാമത് റിന്യൂവൽ പ്രീമിയംസ് ഒരുപാടുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചേർന്നവരുടെ റിന്യൂവൽ പ്രീമിയംസ് വരുന്നു. സിംഗിൾ പ്രീമിയം എന്ന് പറഞ്ഞാൽ ഒറ്റ തവണയായിട്ട്. ഇപ്പോൾ LICയിലൊക്കെ പോളിസീസ് ഉണ്ട്, 1 ലക്ഷം രൂപ അടച്ചാൽ മതി, ഒറ്റ തവണ അടച്ചാൽ മതി. അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്ന രീതിയുണ്ട്. ചില കേസുകളിൽ 3 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് അടച്ച് ചേരുന്ന പോളിസീസ് ഉണ്ട്. ചില കേസുകളിൽ ആനുറ്റി ബേസിൽ വർഷാവർഷങ്ങൾ അടച്ചിട്ടുണ്ട്. അപ്പോൾ സിംഗിൾ പ്രീമിയംസ് ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ്. അപ്പോൾ പ്രീമിയത്തിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. 1 എന്താണ് ഫസ്റ്റ് ഇയർ പ്രീമിയംസ്, 2 റിന്യൂവൽ പ്രീമിയംസ്, 3 സിംഗിൾ പ്രീമിയംസ്. അത് സെപ്പറേറ്റ് ആയിട്ട് എഴുതുക.
അപ്പോൾ ഇതിൻ്റെ മൂന്നിന് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ പ്രീമിയം കിട്ടും. ഒരു ഇൻഷുറൻസ് ബിസിനസ്സിൻ്റെ ടോട്ടൽ പ്രീമിയം കിട്ടും. ഇനി അവിടെ നിന്ന് ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ആ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ചെയ്യാണ്. അതായത് പ്രീമിയം ഇൻകം ഫ്രം ബിസിനസ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ എന്താണ് ചാർട്ടേഡ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ റിട്ടേൺ ഇൻ ഇന്ത്യ. അതിൽ ഇൻ ഇന്ത്യ, ഔട്ട്സൈഡ് ഇന്ത്യ ഉണ്ട്. അതായത് പ്രീമിയം ഇന്ത്യയിലെ ബിസിനസ്സിൽ എന്തൊക്കെയാണ്, ദെൻ ഔട്ട്സൈഡ് ബിസിനസ് എന്തൊക്കെയാണെന്നുള്ളത് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കണം. ഇനി ഷെഡ്യൂൾ നമ്പർ 2 എന്ന് പറയുന്നത് കമ്മീഷൻ എക്സ്പെൻസ് ആണ്. അപ്പോൾ പ്രീമിയത്തിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് പിന്നീട് ഡിസ്കസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഷെഡ്യൂൾ 2 ദാറ്റ് ഈസ് കമ്മീഷൻ എക്സ്പെൻസസ്. കമ്മീഷൻ എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇൻഷുറൻസ് ബിസിനസ് അറിയാത്തവർ മനസ്സിലാക്കേണ്ടത്, ഇൻഷുറൻസ് ബിസിനസ്സിൻ്റെ ഏറെക്കുറെ 99% നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു 90% നടക്കുന്നത് കമ്മീഷൻ ഏജൻസ് വഴിയാണ്, അല്ലെങ്കിൽ ഏജൻസ് വഴിയാണ്. അപ്പോൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഏജൻസിന് എന്ത് കൊടുക്കേണ്ടി വരും? കമ്മീഷൻ കൊടുക്കേണ്ടി. അത് ഇൻഷുറൻസ് ബിസിനസ്സിൽ നിലനിൽക്കുന്ന ഒരു വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ തുടക്കം മുതൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് IRDA ഏജൻസിന് ലൈസൻസ് വേണമെന്നും, ഏജൻസിന് ചില പ്രത്യേക ക്വാളിഫിക്കേഷൻസ് വേണമെന്നും, അവർക്കൊരു എക്സാമിനേഷൻ പാസ്സാവണമെന്നൊക്കെ നിർബന്ധം വയ്ക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ കമ്മീഷൻ എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താണ് ഒരു എക്സ്പെൻസസിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കമ്മീഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. കമ്മീഷൻ പെയ്ഡിൽ വരുന്നത് ഡയറക്റ്റാണ് ആദ്യം. ഡയറക്റ്റ് കമ്മീഷൻ. എന്താ ഡയറക്റ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ആ ഇൻഷുറൻസ് ബിസിനസ് നടത്തുന്ന സ്ഥാപനം നേരിട്ട് കൊടുക്കുന്ന കമ്മീഷനാണ് ഡയറക്റ്റ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് കമ്മീഷനിൽ തന്നെ എന്ത് വേർതിരിവുണ്ട്? ഫസ്റ്റ് ഇയർ കമ്മീഷൻ, ഫസ്റ്റ് ഇയർ പ്രീമിയത്തിൻ്റെ കമ്മീഷൻ, റിന്യൂവൽ പ്രീമിയത്തിൻ്റെ കമ്മീഷൻ, ദെൻ സിംഗിൾ പ്രീമിയത്തിൻ്റെ കമ്മീഷൻ, ഇങ്ങനെ വേർതിരിച്ചിരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ഇയർ പ്രീമിയത്തിന് കമ്മീഷൻ കൂടുതലുണ്ടാവാം, റിന്യൂവൽ പ്രീമിയത്തിന് കമ്മീഷൻ ഉണ്ടാവാം, ദെൻ സിംഗിൾ പ്രീമിയത്തിന് ഒരു സർട്ടൻ കമ്മീഷൻ ഉണ്ടാവാം. അപ്പോൾ ഇതിനൊക്കെയാണ് കമ്മീഷൻ പെയ്ഡ് എന്ന് പറയുന്നത്. ഇനി അതിൽ രണ്ട് കാര്യങ്ങൾ, ഒരു ആഡും ഒരു ലെസ്സും പറയുന്നുണ്ട്. ആഡ് കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ്. ദെൻ എന്താണ് കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ്? അത് നമ്മൾ പിന്നീട് പറയാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചതാണ്, അത് പിന്നീട് പറയാം. ലെസ് നമുക്കിവിടെ ഇത്രമാത്രം മനസ്സിലാക്കുക. കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ലെസ് കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് സീഡഡ്. കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് സീഡഡ് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് കമ്മീഷൻ കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ നെറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ്? ഒരു എക്സ്പെൻസാണ്. ആ കമ്മീഷൻ പെയ്ഡിനോട് കൂടി എന്താണ്? റീഇൻഷുറൻസ് ആക്സെപ്റ്റ് ചെയ്തതിൻ്റെ കമ്മീഷൻ ആഡ് ചെയ്യണം. പ്ലസ് എന്താണ്? റീഇൻഷുറൻസ് സീഡഡിൻ്റെ കമ്മീഷൻ കുറയ്ക്കുകയും വേണം കേട്ടോ. ഇത്രയാണ് അതിൽ വരുന്നത്. മൂന്നാമത്തെ ഷെഡ്യൂള് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് റിലേറ്റഡ് ടു ഇൻഷുറൻസ് ബിസിനസ്. അപ്പോൾ ഇത് എഴുതാൻ എളുപ്പമാണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്താണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാം. എങ്കിലും ഇതിൽ ഐറ്റംസ് ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ഐറ്റം എംപ്ലോയീസ് റെമ്യൂണറേഷൻ ആൻഡ് വെൽഫെയർ ബെനിഫിറ്റ്സ്. എംപ്ലോയീസിൻ്റെ റെമ്യൂണറേഷനും അവരുടെ വെൽഫെയർ ബെനിഫിറ്റ്സും. ഇപ്പോൾ ഇൻഷുറൻസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഓൾറെഡി ഇൻഷുറൻസ് കവറേജ് ഉണ്ട്, പിന്നെ മറ്റുള്ള ബെനിഫിറ്റ്സ് വേറെയുണ്ട്. അപ്പോൾ അവരുടെ സാലറി വേറെയുണ്ട്. അപ്പോൾ അവരുടെ സാലറി, മറ്റുള്ള വെൽഫെയർ ബെനിഫിറ്റ്സ് ഇതൊക്കെ കൂടി കൂട്ടുക. 2 ട്രാവൽ കൺവേയൻസ് ആൻഡ് വെഹിക്കിൾ റണ്ണിങ് എക്സ്പെൻസസ്. ട്രാവൽ കൺവേയൻസസ്, വെഹിക്കിൾ റണ്ണിങ് എക്സ്പെൻസ്. ഇപ്പോൾ ഇൻഷുറൻസിലൊക്കെ ഉള്ളവർക്ക് ഈ ഇൻഷുറൻസ് മെഷർമെൻ്റ് ഒക്കെ വേണ്ടി വരും. അതായത് ലോസ് മെഷർ ചെയ്യാൻ പോവുക. ലൈഫ് ഇൻഷുറൻസിൽ ലോസ് മെഷർ ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല, മറ്റ് ഇൻഷുറൻസിൽ വർക്ക് ചെയ്യുന്നവർക്ക്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇൻഷുറൻസ്, ട്രാവലിൽ, അതുപോലെ തന്നെ വെഹിക്കിൾ റണ്ണിങ് എക്സ്പെൻസ് പോലെയുള്ള കാര്യങ്ങൾ. റെൻറ്റ് റേറ്റ്സ് ആൻഡ് ടാക്സസ്. റെൻറ്റ് റേറ്റ്സ്, ടാക്സസ് പോലെയുള്ള കാര്യങ്ങൾ. റിപ്പയേഴ്സ്, അതുപോലെ തന്നെ പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, കമ്മ്യൂണിക്കേഷൻ എക്സ്പെൻസസ്, ലീഗൽ ആൻഡ് പ്രൊഫഷണൽ ചാർജസ്, മെഡിക്കൽ ഫീസ്, ഓഡിറ്റേഴ്സ് ഫീസ് എക്സ്പെൻസസ് ആസ് ഓഡിറ്റർ, as advisor and any other capacity in respect of taxation matters, insurance matters, management services. ഓഡിറ്റർക്ക് ഓഡിറ്റർ എന്നുള്ള കേസിൽ CA-കാരൊക്കെ ആയിരിക്കുമല്ലോ ഓഡിറ്റേഴ്സ്. ഓഡിറ്റർ എന്നുള്ള കേസിൽ മാത്രമല്ല, അവരെ ഒരു എന്താ പറയുക, ഒരു അഡ്വൈസറി മെമ്പർ എന്നുള്ള രീതിയിൽ ടാക്സേഷൻ പർപ്പസിലോ ഇൻഷുറൻസ് മാറ്ററിലോ അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സർവീസിലൊക്കെ ഉള്ള അവരുടെ പ്രാഗൽഭ്യം നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അതിനുള്ള സർവീസസിനുള്ള എമൗണ്ട് ഓഫ് പേയ്മെൻറ്റ്, റെമ്യൂണറേഷൻ, അത്. ഇൻ എനി അതർ കപ്പാസിറ്റി, ഇതിൽ പറയാത്ത വേറെ ഏതെങ്കിലും കപ്പാസിറ്റിയിൽ ഉണ്ടെങ്കിൽ അത്. ഇത്രയും കാര്യങ്ങൾ. 10ാമത്തെ പോയിൻ്റ് അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് പബ്ലിസിറ്റി ചാർജസ്, ഇൻട്രസ്റ്റ് ആൻഡ് ബാങ്ക് ചാർജസ്, അതേഴ്സ് ടു ബി സ്പെസിഫൈഡ്, ആൻഡ് 13th പോയിൻ്റ് ഡിപ്രീസിയേഷൻ. അപ്പോൾ ഇതിൽ 13 പോയിൻ്റ് പറയുന്നുണ്ട്. ഈ 13 പോയിൻറ്റിൽ 12ാമത്തെ പോയിൻ്റ് അതേഴ്സ് എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ 12 പോയിൻ്റ് കൂടാതെ വരുന്നതിന് നമുക്ക് അതേഴ്സ് എന്ന് പറഞ്ഞിട്ട് സ്പെസിഫൈ ചെയ്താൽ മതി.
കേട്ടോ. അപ്പോൾ ഇതിൽ കുട്ടികൾക്ക് എളുപ്പമാണ് എന്തൊക്കെ എന്താണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് വരുമെന്നുണ്ടെങ്കിൽ അത് എടുത്ത് എഴുതിയാൽ മതി. ഇനി 4ാമത്തെ ഷെഡ്യൂളാണ്. ആകെ 4 ഷെഡ്യൂളേ ഉള്ളൂ. ഷെഡ്യൂൾ നമ്പർ 4 ആണ് ബെനിഫിറ്റ്സ് പെയ്ഡ്, ബ്രാക്കറ്റിൽ നെറ്റാണ്, നെറ്റ് ബെനിഫിറ്റ്സ് ആണ്. 1ാമത്തെ ഇൻഷുറൻസ് ക്ലെയിംസ്, അതാണ് ബെനിഫിറ്റ്സ് പെയ്ഡ്. ഇൻഷുറൻസ് ക്ലെയിമിൽ വരുന്ന ക്ലെയിം എന്തൊക്കെയാണ്? ക്ലെയിംസ് ബൈ ഡെത്ത്, ക്ലെയിംസ് ബൈ മെച്യൂരിറ്റി, ആനുറ്റീസ്, പെൻഷൻസ് ഇൻ പേയ്മെൻറ്റ്, അതർ ബെനിഫിറ്റ്സ്. അതായത് ക്ലെയിംസ് ബൈ ഡെത്ത് എന്ന് പറഞ്ഞാൽ മരണവുമായിട്ട് ബന്ധപ്പെട്ട ക്ലെയിം ഉണ്ടെങ്കിൽ അത്. 2 ക്ലെയിംസ് ബൈ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ആളുടെ ഡെത്ത് സംഭവിച്ചില്ല, മെച്യൂരിറ്റി ആയി, ആ മെച്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ക്ലെയിം ഉണ്ടെങ്കിൽ അത്. 3 ആനുറ്റീസ്, പെൻഷൻ ഇൻ പേയ്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങൾ. 4 അതർ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ ബെനിഫിറ്റ്സ് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യണം. 2ാമത്തെ പോയിൻ്റ് എമൗണ്ട് സീഡഡ് ഇൻ റീഇൻഷുറൻസ്. അതിൽ വരുന്ന ക്ലെയിംസ് ബൈ ഡെത്ത്, ക്ലെയിംസ് ബൈ മെച്യൂരിറ്റി, ആനുറ്റീസ് ഓർ പെൻഷൻ ഇൻ പേയ്മെൻറ്റ്, അതർ ബെനിഫിറ്റ്സ് പോലെയുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. 3ാമത്തെ പോയിൻ്റ് എമൗണ്ട് ആക്സെപ്റ്റഡ് ഇൻ റീഇൻഷുറൻസ്. എമൗണ്ട് റീഇൻഷുറൻസിൽ ആക്സെപ്റ്റ് ചെയ്യുന്നു, അത്തരം കാര്യങ്ങൾ. അതിൽ ക്ലെയിംസ് ബൈ ഡെത്ത്, ക്ലെയിംസ് ബൈ മെച്യൂരിറ്റി, ആനുറ്റീസ്, പെൻഷൻ ഇൻ പേയ്മെൻറ്റ്, അതർ ബെനിഫിറ്റ്സ്, അത്തരം കാര്യങ്ങളാണ്. ഇനി ടോട്ടൽ കഴിഞ്ഞിട്ട് താഴെ എന്ത് ചെയ്യണം? ബെനിഫിറ്റ്സ് പെയ്ഡ് ടു എന്താണ്? ക്ലെയിമൻസ് ഇൻ ഇന്ത്യ, ഔട്ട്സൈഡ് ഇന്ത്യ കൃത്യമായിട്ട് പറയണം. ഇപ്പോൾ ഇതിൽ നമ്മൾ ബെനിഫിറ്റ്സ് പെയ്ഡിൽ നമ്മൾ പറയുന്നത് ബെനിഫിറ്റ് കൊടുത്തതാണ്, അല്ലെങ്കിൽ എന്താണ് പേയ്മെൻറ്റ് നടത്തിയതാണ്. അതിൽ ഏറ്റവും അവസാനം നമ്മൾ എന്ത് ചെയ്യണം? 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഇന്ത്യക്ക് അകത്ത് കൊടുത്തതും ഇന്ത്യക്ക് പുറത്ത് കൊടുത്തതും കൃത്യമായിട്ട് എഴുതിയിരിക്കണം. ഇത് കൃത്യമായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കാണണം. ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ എന്താണ് നമ്മുടെ റവന്യൂ അക്കൗണ്ടിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഫോം കുട്ടികൾ നന്നായിട്ട് പഠിക്കണം, ഇതിൻ്റെ ഷെഡ്യൂൾസ് നന്നായിട്ട് പഠിക്കണം, എന്നാലേ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ തന്നെ പഠിക്കണം നിർബന്ധമാണ്. ഈ റവന്യൂ അക്കൗണ്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇനി നമുക്ക് നേരത്തെ ഞാൻ കുറേ ഐറ്റംസ് പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഐറ്റംസ് ഓരോന്നെടുത്ത് ഡിസ്കസ് ചെയ്യാം, ഓരോന്നെടുത്ത് പരിശോധിക്കാം. എക്സ്പ്ലെയിൻ ഓഫ് സർട്ടൺ ടേംസ് ഇൻ കണക്ഷൻ വിത്ത് ലൈഫ് ഇൻഷുറൻസ്. ലൈഫ് ഇൻഷുറൻസ് ആയിട്ട് ബന്ധപ്പെട്ട ചില ടേംസുകൾ എന്തൊക്കെയാണ്? അതിൽ 1ാമത്തെ ടേമാണ് പ്രീമിയം. പ്രീമിയം ഈസ് ദ കൺസിഡറേഷൻ റിസീവ്ഡ് ബൈ ദ ഇൻഷുറൻസ് കമ്പനി ഫ്രം ദ ഇൻഷേർഡ്. പ്രീമിയം എന്ന് പറയുന്നത് ഇൻഷേർഡ് പേ ചെയ്യുന്നൊരു കൺസിഡറേഷനാണ്, കമ്പനിയുടെ വരുമാനമാണ്. ഇൻഷുറൻസ് കമ്പനിയുടെ ആദ്യത്തെ ഇൻകമാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഇൻകമാണ് എന്ത്? പ്രീമിയം എന്ന് പറയുന്നത്. പ്രീമിയം ഈസ് ദ കൺസിഡറേഷൻ പെയ്ഡ് ബൈ ദ ഇൻഷേർഡ് ടു ഇൻഷുറർ ഓർ ഇൻഷുറൻസ് കമ്പനി. പ്രീമിയം എന്ന് പറയുന്നത് ഇൻഷുറർക്ക് ഇൻഷേർഡ് പേ ചെയ്യുന്ന ഒരു കൺസിഡറേഷനെയാണ് എന്തായിട്ട് പറയുന്നത്? പ്രീമിയം എന്ന് പറയുന്നത്. 2ാമത് റീ ഇൻഷുറൻസ്, സെക്കൻഡ് പോയിൻ്റ്. റീ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ചില കേസുകളിൽ ഇൻഷുറൻസ് കമ്പനിയുടെ റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടി, ഹൈ റിസ്ക് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി അവർ ഏറ്റെടുത്തിട്ടുള്ള ഇൻഷുറൻസ് എന്ത് ചെയ്യുന്നു? ഒരു ഭാഗമോ ഫുള്ളായിട്ടോ അനദർ ഇൻഷുറൻസ് കമ്പനിയിൽ വീണ്ടും എന്ത് ചെയ്യുന്നു? ഇൻഷുറൻസ് ചെയ്യുന്നു. അത്തരം ഇൻഷുറൻസിനെയാണ് എന്തായിട്ട് പറയുന്നത്? റീ ഇൻഷുറൻസ് എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് റീ ഇൻഷുറൻസ്? റീ ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടി, റിസ്ക് ഡയലൂട്ട് ചെയ്യുന്നതിന് വേണ്ടി വലിയ ഐറ്റംസിൻ്റെ ഇൻഷുറൻസ് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ LICയുടെ കേസ് എടുക്കുകയാണെങ്കിൽ, ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ വലിയ തുകയ്ക്കുള്ള ഇൻഷുറൻസ് ആണെങ്കിൽ ആ ഇൻഷുറൻസ് അതിൻ്റെ ഒരു ഭാഗമോ അല്ലെങ്കിൽ ഒരു ഫുള്ളായിട്ടോ വേറൊരു ഇൻഷുറൻസ് കമ്പനിയിൽ കൂടി രജിസ്റ്റർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? റീ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ റീ ഇൻഷുറൻസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ when a company reinsures a part of the business with another company, it is called reinsurance ceded. മനസ്സിലായല്ലോ? ഒരു ഭാഗം വേറൊരു കമ്പനിയായിട്ട് ഇൻഷുറൻസ് നടത്തുമ്പോൾ അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? റീഇൻഷുറൻസ് സീഡഡ് എന്ന് പറയുന്നത്. ആൻഡ് ദ കമ്മീഷൻ റിസീവ്ഡ് ഫ്രം ദി അതർ കമ്പനി ഈസ് കോൾഡ് കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് സീഡഡ്. ആ കമ്പനിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതിനെയാണ് എന്തായിട്ട് പറയുന്നത്? കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് സീഡഡ് എന്ന് പറയുന്നത്. സിമിലർലി അതുപോലെ തന്നെ when the other company reinsures a part of the business with our insurance അല്ലെങ്കിൽ with the insurance company, it is called reinsurance accepted. അപ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാനൊന്നുകൂടി പറയാം. നമ്മുടെ കമ്പനി അല്ലെങ്കിൽ നമ്മൾ ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന കമ്പനീനെ എ കമ്പനി എന്ന് വിചാരിക്കാം, എ ലിമിറ്റഡ് എന്ത് ചെയ്യുന്നു? നമുക്ക് വരുന്നൊരു ഇൻഷുറൻസ് വേറൊരു കമ്പനിയിൽ പകുതി ഭാഗം കുറച്ച് ഭാഗം ഇൻഷുർ ചെയ്യുന്നു. അതിന് നമുക്ക് എന്തായിട്ട് പറയാം? റീ ഇൻഷുറൻസ് സീഡഡ്. അപ്പോൾ കമ്മീഷൻ റിസീവ്ഡ് ഫ്രം ദിസ് ബിസിനസ് ഈസ് കോൾഡ് ആസ് എന്താണ്? കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് സീഡഡ്.
മനസ്സിലായല്ലോ? നമുക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന കമ്പനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇൻഷുറൻസ് വേറൊരു കമ്പനിക്ക് കൂടി കുറച്ച് ഭാഗം ഇൻഷുറൻസ് കവറേജിന് കൊടുക്കുമ്പോൾ അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? റീ ഇൻഷുറൻസ് സീഡഡ് എന്ന് പറയുന്നത്. അതിന് കിട്ടുന്ന കമ്മീഷൻ, നമുക്കാണല്ലോ കമ്മീഷൻ കിട്ടുക, നമ്മളാണല്ലോ ആ കമ്പനിക്ക് ഇൻഷുറൻസ് കൊടുക്കുന്നത്. അതിന് കിട്ടുന്ന കമ്മീഷന് റീ ഇൻഷുറൻസ് സീഡഡ്, കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് സീഡഡ് എന്ന് പറയുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട്. എന്താണ്? നമ്മൾ ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന നേരത്തെ പറഞ്ഞ എ ലിമിറ്റഡ് എന്നുള്ള കമ്പനിക്ക് വേറൊരു കമ്പനി എന്ത് ചെയ്യുന്നു? റീ ഇൻഷുറൻസ് തരുന്നു. ആ കമ്പനിക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു ഇൻഷുറൻസ് അവരുടെ റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടി അവർ നമ്മുടെ അടുത്ത് എന്ത് ചെയ്യുന്നു? വീണ്ടും റീ ഇൻഷുറൻസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ ഇൻഷുറൻസ് ആക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലേ? അതിന് നമുക്ക് എന്തായിട്ട് പറയാം? എന്താണ്? റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡ്. അതിന് വരുന്ന എക്സ്പെൻസ് അല്ലെങ്കിൽ കമ്മീഷൻ റീ ഇൻഷുറൻസ് കമ്മീഷൻ എന്താണ്? അല്ലെങ്കിൽ റീ ഇൻഷുറൻസ് കമ്മീഷൻ ആക്സെപ്റ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് നേരത്തെ പറഞ്ഞത്. അത് പിന്നീട് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഇതിൽ നമുക്ക് 3 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന്, റീ ഇൻഷുറൻസ്. എന്താ റീ ഇൻഷുറൻസ്? ഒരു കമ്പനി എന്ത് ചെയ്യുന്നു? അവരുടെ റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടി അവരുടെ അടുത്ത് വന്നിട്ടുള്ള ഒരു ഇൻഷുറൻസ് വേറൊരു കമ്പനിയിലേക്ക് എന്താണ്? വീണ്ടും ഇൻഷുർ ചെയ്യുന്നതിനെയാണ് റീ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതിനെ പറയുന്ന മറ്റൊരു പേര് റീ ഇൻഷുറൻസ് സീഡഡ് എന്നാണ്. ഇനി നമ്മുടെ കമ്പനി എന്ത് ചെയ്യുന്നു? നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന, നമ്മൾ ബുക്ക് എഴുതുന്ന കമ്പനി എന്ത് ചെയ്യുന്നു? വേറൊരു കമ്പനിയുടെ എന്താണ്? റീ ഇൻഷുറൻസ് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വേറൊരു കമ്പനിക്ക് ഇൻഷുറൻസ് കൊടുക്കുമ്പോൾ ആ കമ്മീഷൻ നമുക്ക് കിട്ടും, അല്ലേ? വേറൊരു കമ്പനിയുടെ ഇൻഷുറൻസ് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് കമ്മീഷൻ കൊടുക്കണം. അപ്പോൾ കമ്മീഷൻ സീഡറിൽ നമ്മുടെ ഇൻകവും നമ്മൾ ആക്സെപ്റ്റഡിൽ നമുക്ക് എക്സ്പെൻസും ആണ് കേട്ടോ. അത് മനസ്സിലാക്കുക. മനസ്സിലായെങ്കിൽ ഒന്നുകൂടി പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. അടുത്ത ക്ലെയിമാണ്. ക്ലെയിം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ക്ലെയിം എന്ന് പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് കമ്പനി ആണെങ്കിൽ എന്താണ്? ഒരാളുടെ ഡെത്ത് സംഭവിക്കുമ്പോഴോ മെച്യൂരിറ്റി സമയമാകുമ്പോഴോ നമ്മൾ എന്ത് ചെയ്യണം? സം അഷ്വേർഡ് പേ ചെയ്യണം. അതിനെയാണ് എന്തായിട്ട് പറയുന്നത്? ക്ലെയിം എന്ന് പറയുന്നത്. അപ്പോൾ ക്ലെയിമാണ് ഏറ്റവും വലിയ എക്സ്പെൻസ് ഒരു ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ച് ക്ലെയിമാണ്. ഇനി നെറ്റ് ക്ലെയിം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ക്ലെയിം പെയ്ഡ് ഓൺ റീ ഇൻഷുറൻസ് ബിസിനസ് പ്ലസ് റീ ഇൻഷുറൻസ് ക്ലെയിം പെയ്ഡ് മൈനസ് റീ ഇൻഷുറൻസ് ക്ലെയിം റിസീവ്ഡ്. അതായത് നെറ്റ് ക്ലെയിം എന്ന് പറയുന്നത് നമ്മുടെ പ്രീമിയം അല്ലെങ്കിൽ എന്താണ്? നമ്മുടെ ക്ലെയിം പ്ലസ് എന്താണ്? നമ്മൾ റീ ഇൻഷുറൻസ് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ക്ലെയിം കൂട്ടി അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ റീ ഇൻഷുറൻസ് സീഡഡ് നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ വേറെ സ്ഥലത്ത് റീ ഇൻഷുറൻസ് ചെയ്തിട്ടുള്ള അത് നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഇതാണ് നെറ്റ് ക്ലെയിം എന്ന് പറയുന്നത്. നമുക്ക് പ്രോബ്ലം എടുക്കുമ്പോൾ കൃത്യമാവും അത്. 4ാമത്തെ പോയിൻ്റ് ആനുറ്റി. ആനുറ്റി എന്ന് പറയുന്നത് എന്താണ്? ലൈഫ് ഇൻഷുറൻസ് കമ്പനി എന്താണ്? വർഷങ്ങളിൽ കൊടുക്കുന്ന പേയ്മെൻറ്റിനെയാണ് ആനുറ്റി എന്ന് പറയുന്നത്. അത് ചില കേസുകളിൽ വർഷങ്ങളായിട്ട് കൊടുക്കുന്നതായിരിക്കാം, ചില കേസുകളിൽ വർഷങ്ങളായിട്ട് ഇൻകം റിസീവ് ചെയ്യുന്നതിനെ ആനുറ്റി എന്ന് പറയാറുണ്ട്. 5 ബോണസ്. ബോണസ് എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ നമ്മൾ ബോണസ് പിന്നീട് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വിട്ടതാണ്. ബോണസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പോളിസി ഹോൾഡേഴ്സിന് പോളിസി എടുത്ത തുകയ്ക്ക് പുറമെ കൊടുക്കുന്നതിനെയാണ് ബോണസ് എന്ന് പറയുന്നത്. മനസ്സിലായാലും LIC കമ്പനികൾ പോളിസി ഹോൾഡേഴ്സിന് പോളിസി സം അഷ്വേർഡ് എന്ന് പറഞ്ഞാൽ പോളിസി തുകയ്ക്ക് പുറമേ കൊടുക്കുന്ന പേയ്മെൻറ്റിനെയാണ് ബോണസ് എന്ന് പറയുന്നത്. ബോണസ് പല ടൈപ്പിലുണ്ട്. ഒന്നാമത്തെ ടൈപ്പ് ബോണസ് ഇൻ ക്യാഷ്. ബോണസ് ഇൻ ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെല്ലാം ഉണ്ട്. ബോണസ് ക്യാഷായിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചേർന്നു 25 കൊല്ലത്തെ പോളിസിയാണ്. അപ്പോൾ 5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു സെർട്ടൻ ബോണസ് ഉണ്ട്. ആ ബോണസ് കമ്പനി ക്യാഷായിട്ട് തരികയാണ്. മനസ്സിലായില്ല? 5 കൊല്ലം കഴിയുന്നവരെ അയാൾക്കൊന്നും സംഭവിച്ചില്ല, അയാൾ 5 വർഷത്തെ പ്രീമിയം അടച്ചു കൃത്യമായിട്ട്. അപ്പോൾ അതിലൊരു ബോണസ് അവർ കമ്പനി എന്ത് ചെയ്യുന്നു? ക്യാഷായിട്ട് നമുക്ക് തരുന്നു. ദാറ്റ് ഈസ് ബോണസ് ഇൻ ക്യാഷ്. 2 ബി പോയിൻ്റ് റിവേഴ്ഷണറി ബോണസ്. റിവേഴ്ഷണറി ബോണസ് എന്ന് പറയുന്നത് ക്യാഷായിട്ട് കൊടുക്കുകയല്ല ചെയ്യുന്നു. അതെന്ത് ചെയ്യുന്നു? അവരെന്താണെന്ന് വെച്ചാൽ ആ ക്ലെയിം നമ്മുടെ മെച്യൂരിറ്റി സമയത്തിലേക്ക് മാറ്റിവെക്കുന്നതിന് അല്ലെങ്കിൽ ക്ലെയിമിലേക്ക് ഉൾപ്പെടുത്തുന്നതിനെയാണ് റിവേഴ്ഷണറി ബോണസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് റിവേഴ്ഷണറി ബോണസ് ബിക്കോസ് എന്താണ്? ഇറ്റ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദ എമൗണ്ട് ഓഫ് ക്ലെയിം. അത് ക്ലെയിമിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാരണം കൊണ്ടാണ്, ക്ലെയിമിൽ ചേർക്കുന്ന കാരണം കൊണ്ടാണ് അതിനെ റിവേഴ്ഷണറി ബോണസ് എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം. റിവേഴ്ഷണറി ബോണസ് ഈസ് ദ ബോണസ് ഇൻക്ലൂഡഡ് അറ്റ് ദ അല്ലെങ്കിൽ എന്താണ്? പെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് എന്താണ്? ക്ലെയിം, ഫൈനൽ ക്ലെയിം. മെച്യൂരിറ്റി സമയത്തോ ഡെത്ത് സമയത്തോ വരുന്ന ഫൈനൽ ക്ലെയിമിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്ന ബോണസിനെയാണ് റിവേഴ്ഷണറി ബോണസ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ടൈപ്പ് ഓഫ് ബോണസ്, C ടൈപ്പ്, തേർഡ് ടൈപ്പ് ഓഫ് ബോണസ് ഈസ് ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം.
ഈ പേരിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട്. എന്താണ് ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം എന്ന് പറഞ്ഞാൽ? ബോണസ് ഇൻഷുറൻസ് പോളിസി ഹോൾഡേഴ്സിന് പ്രീമിയത്തിൽ കുറവായിട്ട് കൊടുക്കുന്നു, പ്രീമിയത്തിൽ റിഡക്ഷനായിട്ട് അലോ ചെയ്യുന്നു. ബോണസ് നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ഓരോരുത്തർക്കും അല്ലെങ്കിൽ ഓരോ പോളിസി ഹോൾഡേഴ്സിനുള്ള ബോണസ് അവരവരുടെ പ്രീമിയത്തിൽ കുറച്ച് കൊടുക്കുന്ന സിസ്റ്റത്തിനെയാണ് എന്തായിട്ട് പറയുന്നത്? ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം എന്ന് പറയുന്നത്. ഇപ്പോൾ LICയിൽ ഇത് ചില പോളിസികൾക്ക് മാത്രമേ ഉള്ളൂ, ലൈഫ് ഇൻഷുറൻസിൽ. അതേസമയം മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസിന് അല്ലെങ്കിൽ എന്താണ് വെഹിക്കിൾ ഇൻഷുറൻസിന് ഇത് റെഗുലറായിട്ട് നമുക്കറിയാം ഫുൾ കവർ എടുത്തിട്ടുള്ള വണ്ടികളൊക്കെ മറ്റ് എക്സ്പെൻസുകളൊന്നും ആ വർഷം ക്ലെയിമുകളൊന്നും വന്നിട്ടില്ലെങ്കിൽ അടുത്ത വർഷത്തെ പ്രീമിയം അടയ്ക്കുന്ന സമയത്ത് റിഡക്ഷൻ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ എന്താണ് റിഡക്ഷൻ ഓഫ് പോളിസി എമൗണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ എമൗണ്ട് കുറഞ്ഞിരിക്കും. അതേസമയം നമുക്ക് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ആ കുറവ് വരില്ല, ചിലപ്പോൾ ഒരു ചെറിയ ഹൈക്ക് വരാൻ സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ പഠിക്കുന്ന ആ ഇൻഷുറൻസ് അല്ല കേട്ടോ, ഇവിടെ നമ്മൾ പഠിക്കുന്നത് മോട്ടോർ ഇൻഷുറൻസ് അല്ല, ഇവിടെ നമ്മൾ പഠിക്കുന്നത് ലൈഫ് ഇൻഷുറൻസ് ആണ്. അപ്പോൾ ലൈഫ് ഇൻഷുറൻസിൽ 3 തരമാണ് ക്ലെയിം. ഞാൻ ഒന്നുകൂടി പറയാം. 3 ടൈപ്പാണ് ബോണസ്. ഒന്നുകൂടി പറയാം. ഒന്നാമത്തെ ബോണസ് ക്യാഷ് ബോണസ് ആണ്. അത് പഠിക്കേണ്ട ആവശ്യമില്ല, അതിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ക്യാഷ് ബോണസ് എന്ന് പറഞ്ഞാൽ ദ ബോണസ് പെയ്ഡ് ഇൻ ക്യാഷ് ഈസ് ഈക്വൽ ടു എന്താണ്? ഇറ്റ് ഈസ് നോൺ ആസ് ക്യാഷ് ബോണസ്. രണ്ടാമത്തെ റിവേഴ്ഷണറി ബോണസ് ആണ്. റിവേഴ്ഷണറി ബോണസ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലെയിമിലേക്ക് ഫൈനൽ ക്ലെയിമിൻ്റെ കൂടെ കൊടുക്കുന്ന ബോണസിനെയാണ് റിവേഴ്ഷണറി ബോണസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം. അതിലും ആ പേരിൽ തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതായത് പ്രീമിയം കുറച്ച് കൊടുക്കുന്ന, നമ്മുടെ ബോണസ് പ്രീമിയത്തിൽ ഡിസ്കൗണ്ടായിട്ട് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ബോണസിനെയാണ് ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം എന്ന് പറയുന്നത്. അടുത്ത് 6ാമത്തെ പോയിൻ്റാണ് സറണ്ടർ വാല്യൂ. സറണ്ടർ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ LIC പോളിസി അല്ലെങ്കിൽ എന്താണ് ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുള്ള ഒരു പേഴ്സണെ അത് അടയ്ക്കാൻ സാധിച്ചില്ല, ലൈഫ് ഇൻഷുറൻസ് മുഴുവനായിട്ട് പ്രീമിയം പേ ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ പേ ചെയ്യാൻ സാധിക്കാത്ത സമയത്ത് ആ പോളിസി കമ്പനിയിൽ എന്ത് ചെയ്യുന്നു? സറണ്ടർ ചെയ്യുന്നു. അങ്ങനെ സറണ്ടർ ചെയ്താൽ ഒരു ലെറ്ററോടുകൂടി കവറിങ് ലെറ്ററോടുകൂടി പോളിസി സറണ്ടർ ചെയ്യുമ്പോൾ എനിക്കിനി ഇത് അടയ്ക്കാൻ സാധിക്കില്ല, അപ്പോൾ ഞാൻ സറണ്ടർ ചെയ്യാമെന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ LIC എന്ത് ചെയ്യും? അവരെ അടച്ച തുകയിൽ നിന്ന് അതുവരെയുള്ള ലൈഫ് ഇൻഷുറൻസിൻ്റെ എക്സ്പെൻസുകളൊക്കെ കുറച്ച് ഒരു എമൗണ്ട് നമുക്ക് അവർ തരുന്നു. ആ എമൗണ്ടിനെയാണ് എന്തായിട്ട് പറയുന്നത്? സറണ്ടർ വാല്യൂ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ സറണ്ടർ വാല്യൂ ഇസ് ദ വാല്യൂ അറ്റ് ദ ടൈം ഓഫ് സറണ്ടറിങ് ദ പോളിസി. പോളിസി സറണ്ടർ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂവിനെ നമുക്ക് എന്തായിട്ട് പറയാം? സറണ്ടറിങ് വാല്യൂ എന്ന് പറയാം. അടുത്ത പെയ്ഡപ്പ് വാല്യൂ. പെയ്ഡപ്പ് വാല്യൂ എന്ന് പറയുന്നത് അടച്ചു തീർത്ത വാല്യൂ ആണ്. ഇപ്പം നമ്മൾ സം അഷേർഡ് 10 lakhs ആണ്, നമ്മൾ ഇതുവരെ അടച്ചത് 5 ലക്ഷം രൂപയാണ്. അപ്പോൾ പെയ്ഡപ്പ് വാല്യൂ ഈസ് എത്രയാണ്? 5 lakh ആണ്. നമ്മൾ ഇതുവരെ അടച്ച അടച്ചു തീർത്ത. അപ്പം ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വെൻ എ പോളിസി ഹോൾഡർ വാണ്ട്സ് ടു സ്റ്റോപ്പ് പേയ്മെൻറ്റ് ടു ദ പ്രീമിയം വിത്തൗട്ട് സറണ്ടറിങ് ഇറ്റ് ഹി ക്യാൻ ഗെറ്റ് ഇറ്റ് കൺവേർട്ടഡ് ഇൻ ടു പെയ്ഡപ്പ് പോളിസി. അതായത് നമ്മൾ സറണ്ടർ ചെയ്യാൻ തയ്യാറല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതുവരെ അടച്ച വാല്യൂവിനെ പെയ്ഡപ്പ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ 10 ലക്ഷം രൂപയുടെ 5 ലക്ഷം രൂപ നമ്മൾ അടച്ചു എന്നുള്ള രീതിയിലല്ല അത് കണക്കാക്കുന്നത്. അതിന് നമുക്ക് ഇപ്പോൾ നമ്മൾ 5 ലക്ഷം രൂപയാണ് അടച്ചതെങ്കിലും അതിനെ പെയ്ഡപ്പ് വാല്യൂയിലേക്ക് ആ കോർപ്പറേഷൻ അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് നടത്തുന്ന കമ്പനി എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യുന്നു. അത്തരം വാല്യൂവിനെയാണ് എന്തായിട്ട് പറയുന്നത്? പെയ്ഡപ്പ് വാല്യൂ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ പ്രീമിയം പേയബിൾ ആയിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായിട്ടോ അല്ലെങ്കിൽ പാർട്ട്ലി സം അഷ്വേർഡൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതിനെ പെയ്ഡപ്പ് വാല്യൂ കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ പറയുന്നുണ്ട്. ഇക്വേഷൻ കുട്ടികൾ ശ്രദ്ധിക്കുക. സം അഷ്വേർഡ് ഇൻറ്റു നമ്പർ ഓഫ് പ്രീമിയംസ് പെയ്ഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പ്രീമിയംസ് പേയബിൾ. അതായത് ഇതിനെ ഒരു ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമ്മുടെ സം അഷ്വേർഡിനെ നമ്മൾ അടച്ച പ്രീമിയത്തിനെയും എന്ത് ചെയ്യാം? നമ്മൾ അടയ്ക്കാനുള്ള ബാക്കിയുള്ള പ്രീമിയത്തിൻ്റെയും റേഷ്യോയിലേക്ക് കൊണ്ടുവരുന്ന സിസ്റ്റത്തിനെയാണ് പെയ്ഡപ്പ് വാല്യൂ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ലാസ്റ്റ് പോയിൻ്റാണ് 8ാമത്തെ പോയിൻ്റാണ് ലൈഫ് ഇൻഷുറൻസ് ഫണ്ട്. ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫണ്ട് ക്രിയേറ്റഡ് ബൈ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ടു മീറ്റ് ദ ലയബിലിറ്റി ടുവേർഡ്സ് പോളിസി ഹോൾഡേഴ്സ്. ദ സർപ്ലസ് എവറി ഇയർ ഈസ് ട്രാൻസ്ഫേർഡ് ടു ദിസ് ഫണ്ട്. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് എന്ന് പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നൊരു ഫണ്ടാണ്. എന്തിനു വേണ്ടിയിട്ട്? ഈ പോളിസി ഹോൾഡേഴ്സിന് ബെനിഫിറ്റ്സ് പേ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളെ ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടി ഇൻഷുറൻസ് കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫണ്ടിനെയാണ് ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് എന്ന് പറയുന്നത് അല്ലേ. എല്ലാ വർഷവും സർപ്ലസിൽ നിന്ന് ഒരു എമൗണ്ട് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? ഈ ലൈഫ് ഇൻഷുറൻസ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി നമുക്ക് പ്രിപ്പറേഷൻ ഓഫ് റവന്യൂ അക്കൗണ്ട് ആണ്.
അത് ഈ ക്ലാസ്സിൽ പറയാനുള്ള സമയമില്ല. ഈ ക്ലാസ്സിൽ ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ ഈ കുട്ടികൾ ഈ ക്ലാസ്സിലെടുത്ത ടോപ്പിക്സ്, പ്രത്യേകിച്ച് റവന്യൂ അക്കൗണ്ടിൻ്റെ ഓരോ ഐറ്റംസും അതിൻ്റെ ഷെഡ്യൂൾസൊക്കെ നന്നായിട്ട് പഠിക്കണം. താങ്ക് യു വെരി മച്ച്.